Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ പ്രചരണം കൊട്ടിക്കയറുന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ ഇത്തവണ അട്ടിമറി വിജയങ്ങൾ ലക്ഷ്യമിട്ടാണ് UDFും NDAയും പോരാടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് പയ്യന്നൂരിലാണ്. സിറ്റിംഗ് MLA ആയ TI മധുസൂദനൻ തന്നെയാണ് ഇത്തവണയും ഇവിടെ ജനവിധി തേടുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF വോട്ട് തേടുന്നത്. എന്നാൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണൻ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി AP ഗംഗാധരനും സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF സ്ഥാനാർത്ഥി M വിജിൻ കല്യാശ്ശേരിയിൽ പ്രചരണം നടത്തുന്നത്. ഏകദേശം 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയതായി അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജീവൻ കപ്പച്ചേരിയും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി NDA സ്ഥാനാർത്ഥി AV സനിൽകുമാറും പ്രചരണ രംഗത്ത് സജീവമാണ്. തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ മണ്ഡലം നിലനിർത്താൻ പരിശ്രമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി എത്തിയ സന്ദീപ് വാര്യർ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രവി കുളങ്ങരയാണ് ഇവിടെ NDA സഖ്യത്തിനായി രംഗത്തുള്ളത്. പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകൾ മണ്ഡലങ്ങളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. അനൗൺസ്മെന്റ് വാഹനങ്ങളും പാട്ടുകളുമായി സ്ഥാനാർത്ഥികൾ അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. വലിയ പൊതുയോഗങ്ങൾക്ക് പുറമെ വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചരണത്തിനും മുന്നണികൾ പ്രാധാന്യം നൽകുന്നുണ്ട്. 2 ദിവസത്തിനപ്പുറം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വോട്ടർമാർ ആരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. LDF കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുകുന്നിൽ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഗ്യാരണ്ടി വിശ്വസിക്കാനാവില്ലെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി CPIM BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട്. 6 ഗ്യാരണ്ടിയാണ് തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് മാസം 2500 രൂപയായിരുന്നു അതിലൊന്ന്. സ്ത്രീകൾ വലിയ സന്തോഷത്തിലാണ് വോട്ട് ചെയ്തത്. 25 മാസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും കൊടുത്തില്ല. ഇതാണ് കോൺഗ്രസ് ഗ്യാരണ്ടിയുടെ അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസ് ഗ്യാരണ്ടിയും തെലങ്കാനയിലേതുപോലെയാകും. ബദൽ നയങ്ങളും ക്ഷേമവികസന കാഴ്ചപ്പാടുമാണ് LDF പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി CPIM BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്നത്. വാസ്തവവിരുദ്ധമായ പ്രചാരവേലയാണ് തുടരെ നടത്തുന്നത്. കേരളത്തിൽ RSS BJP മുന്നേറ്റത്തെ തടയുന്നത് CPIMന്റെ സാന്നിധ്യമാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച 100 കണക്കിന് സഖാക്കളെയാണ് അവർ കൊലപ്പെടുത്തിയത്. കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയനെയും RSS പ്രചാരകനായ മോഡിയെയും രാഹുൽ ഗാന്ധി തുലനം ചെയ്യുന്നതും ചരിത്രബോധമില്ലാത്തതിനാലാണ്. വിവരക്കേടാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നതെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. In Kerala, it is because of the communist movement and because of the CPIM that the RSS and BJP forces have not made much advance. It is the CPIM which has fought the RSS BJP politically, ideologically and organizationally. PV ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി M വിജിൻ, ജെയ്സി തോമസ്, TV രാജേഷ്, N സുകന്യ, P ഗോവിന്ദൻ, അഡ്വക്കേറ്റ് AV അജയൻ, സന്തോഷ് CBK, K പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ
പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുഞ്ഞിമംഗലം പഞ്ചായത്ത് 9-ാം നമ്പർ ബൂത്ത് കമ്മിറ്റി മൂശാരിക്കോവൽ ഇന്ദിരാഭവന് സമീപം കുടുംബസംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂശാരിക്കോവൽ ഇന്ദിരാഭവന് സമീപം കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 9-ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടന്നത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സംശയമില്ല, എന്തു തന്നെ സംഭവിച്ചാലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു കയറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അത് പറഞ്ഞു വെക്കുമ്പോ ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. ആരോഗ്യം ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു, ആഭ്യന്തരമുണ്ട് മറ്റൊരു സാധനം. ആഭ്യന്തര വാഴ എന്നാണ് പിണറായി വിജയനെ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ പിള്ളേർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി KV സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. VV ബിജു, അഫീൽ, VV പ്രകാശൻ മാസ്റ്റർ, വിജയൻ ഇടമന, സുജിത സതീഷ് കുമാർ, P വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മാതമംഗലത്ത് നടന്നു. മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മാതമംഗലത്ത് നടന്നു. മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. Uphold secularism and ensure communal harmony if they come to power in Kerala. But what is the record of the Congress party? Today, there are 3 states in India where there are Congress governments. Only 3 states. One is Karnataka, the second is Telangana, and the third is the small state of Himachal Pradesh. In Karnataka, recently, the government made a statement in the Karnataka Assembly in which they stated that between 2024 and 2026, in a period of 2 years, there have been 70 communal riots in Karnataka. ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത പ്രകടന പത്രികയുമായാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം മാതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KV ബാബു അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി, C കൃഷ്ണൻ, C സത്യപാലൻ, P സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പയ്യന്നൂർ നഗരത്തിൽ NDA സ്ഥാനാർത്ഥി AP ഗംഗാധരന്റെ റോഡ് ഷോ സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെയും ഒത്തുകുടകളുടെയും അകമ്പടിയോടെ പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു.
NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കണ്ണപുരത്ത് നിന്ന് ആരംഭിച്ച റാലി പഴയങ്ങാടിയിൽ സമാപിച്ചു. NDA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കണ്ണപുരത്ത് നിന്ന് ആരംഭിച്ച റാലി പഴയങ്ങാടിയിൽ സമാപിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി AV സനിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. പഴയങ്ങാടി. പറവകൾക്ക് മുളന്തണ്ടിൽ ദാഹജലമൊരുക്കി പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരൻ. തുടർച്ചയായി 5ാം വർഷമാണ് പ്രഭാകരൻ പറവകൾക്ക് ദാഹജലം ഒരുക്കുന്നത്. കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ സഹകരണത്തോടെയാണ് പ്രഭാകരന്റെ ഈ പ്രവർത്തനം. അതിതാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ പറവകൾക്ക് മുളന്തണ്ടിൽ ദാഹജലമൊരുക്കി പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരൻ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ സഹകരണത്തോടുകൂടി പിലാത്തറ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കേശവൻ വിതിരമന ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 5ാം വർഷമാണ് പ്രഭാകരൻ പറവകൾക്ക് ദാഹജലം ഒരുക്കുന്നത്. സ്കൂൾ സന്നദ്ധ സംഘടനകളുടെയും ഇതുമായി സഹകരിക്കുന്നവരുടെയും സഹകരണത്തോടുകൂടി 1000 ഇടങ്ങളിൽ മുളന്തണ്ടിൽ ദാഹജലം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഔഷധ സസ്യങ്ങളുടെ സൗജന്യ വിതരണോദ്ഘാടനവും നടന്നു. OISC ജോയിന്റ് സെക്രട്ടറി സുദേശ് കുമാർ പച്ചപ്പൊയ്ക വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർമാരായ S രാജീവ്, PM മധു, സുഭീഷ് VV, AV സനിൽ എന്നിവരും ബിജേഷ് K, രാമചന്ദ്രൻ E, ഏകനാഥ് P, വിജയൻ M തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പറവകൾക്ക് ദാഹജലം ഒരുക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള മുളന്തണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പറവകൾക്ക് ദാഹജലം ഒരുക്കുന്നത്. വീട്ടിലെ മുളങ്കാട്ടിൽ നിന്ന് മുള വെട്ടിയെടുക്കുകയും 2 അടി നീളമുള്ള ചെറു കഷണങ്ങളാക്കി 2 മുട്ടുകൾക്കിടയിൽ ദ്വാരമുണ്ടാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി C ശ്രീജിത്ത്, ജില്ലാ സെക്രട്ടറി VK ബാബുരാജ്, CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും യൂണിയൻ ഏരിയ ഭാരവാഹി കൂടിയായ EP ചന്ദ്രനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. LDF പയ്യന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥി TI മധുസൂദനനെ വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പിയും ചിത്രകാരനുമായ ഉണ്ണി കാനായുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനന്റെ ബ്രോക്കൺ ടെൻസിൽ ആർട്ട് ചിത്രം ഒരുക്കി. പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് ചിത്രം ഒരുക്കിയത്. ചുവപ്പ് പ്രതലത്തിൽ കറുത്ത നിറം ഉപയോഗിച്ചാണ് നിഴൽ ചിത്രം ഒരുക്കിയത്. പയ്യന്നൂരിലെ 25ഓളം ചിത്രകാരന്മാർ ചേർന്ന് 2 മണിക്കൂർ കൊണ്ടാണ് മനോഹരമായ ചിത്രം പൂർത്തിയാക്കിയത്. തുടർന്ന് ഗാന്ധി പാർക്കിൽ ചിത്രം പ്രദർശിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കേരളം നമ്മുടെ അഭിമാനം എന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സാംസ്കാരിക പരിപാടി നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനോജ് കാന, MK മനോഹരൻ, വേണുഗോപാൽ, KV പ്രശാന്ത് കുമാർ, രാജേഷ്, സതീശൻ പുത്തൂർ, ഷിജിത്ത് കണ്ടോത്ത്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഗാന്ധി പാർക്കിലെത്തി ചിത്രം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടനാടൻ ചെങ്കൽപ്പാറകളിലെ പള്ളങ്ങൾ ജീവജാലങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. കടുത്ത വേനലിലും വറ്റാത്ത ഈ ചെറുജലാശയങ്ങളിൽ നിന്നാണ് ജീവജാലങ്ങൾ ദാഹമകറ്റുന്നത്. ഇടനാടൻ ചെങ്കൽപ്പാറകളിലെ പള്ളങ്ങൾ ജീവജാലങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. കടുത്ത വേനലിലും വറ്റാത്ത ഈ ചെറു ജലാശയങ്ങളിൽ നിന്നാണ് ജീവജാലങ്ങൾ ദാഹമകറ്റുന്നത്.
ചെങ്കൽപ്പാറകളിൽ മിക്കയിടത്തും പള്ളങ്ങളുണ്ട്. മഴക്കാലത്തെ വെള്ളം പാറകളിലെ ചെറു സുഷിരങ്ങളിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഏത് കൊടിയ വേനലിലും ഇവിടെ വെള്ളമുണ്ടാകും. വെള്ളം കിട്ടാതെ അലയുന്ന ജീവികൾക്ക് ഇത് ഏറെ അനുഗ്രഹമാണ്. കടുത്ത വേനലിലും വറ്റാത്ത പള്ളങ്ങൾ അത്ഭുതവും അനുഗ്രഹവുമാണ്. പുതിയ തലമുറയ്ക്ക് ഇത്തരം വാക്കുകളും സ്ഥലങ്ങളും ഒരുപക്ഷെ അന്യമായിരിക്കാം. നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായ ഇവയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ചെങ്കൽപ്പണകൾ നാട്ടിൽ വ്യാപകമായതോടെ പള്ളങ്ങളും പതിയെ അപ്രത്യക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. NDAയുടെ പ്രചരണ സാമഗ്രികൾ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയാണെന്ന് സ്ഥാനാർത്ഥി രവി കുളങ്ങര. 7 പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭാ പരിധിയിലുമായി നിരവധി പ്രചാരണ ബോർഡുകളും 100 കണക്കിന് പോസ്റ്ററുകളും നശിപ്പിച്ചതായി NDA വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വെസ്റ്റ് ഈസ്റ്റ് ഏളേരി പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭാ പരിധിയിലും പിലിക്കോട്, കൊടക്കാട്, പുത്തിലോട്ട്, കയ്യൂർ, ഷീമേനി, തൃക്കരിപ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലുമായാണ് വ്യാപകമായി ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചതെന്ന് NDA സ്ഥാനാർത്ഥി രവി കുളങ്ങര പറഞ്ഞു. ചീമേനി, ചന്ദേര പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയുടെ ആനിക്കാടിയിലുള്ള വീട്ടിൽ നിന്നും പ്രചരണ സാമഗ്രികൾ എടുത്തുകൊണ്ടുപോയി കീറിയെറിഞ്ഞു. NDAയുടെ പ്രചാരണത്തിലെ മുന്നേറ്റം കണ്ട് വിറളി പൂണ്ടാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ പലയിടങ്ങളിലും നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് രവി കുളങ്ങര ആരോപിച്ചു. NDA വിജയിച്ചാൽ വിലവർധനവില്ലാത്ത ഭക്ഷ്യധാന്യ വിതരണ ശൃംഖല തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ തുറക്കുന്നതിന് സംവിധാനമൊരുക്കുമെന്ന് അവർ പറഞ്ഞു. ചെറുവത്തൂരിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥി രവി കുളങ്ങര, 2020 പാർട്ടി നിരീക്ഷകൻ ബിനീഷ് മാത്യു എറണാകുളം, 2020 മണ്ഡലം കോർഡിനേറ്റർ രമണി രാജേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടിൻപുറങ്ങളിൽ മാമ്പഴ സമൃദ്ധി. തനത് മാവിനങ്ങൾ കൂടാതെ അനേകം മാവിനങ്ങൾ നമുക്കുണ്ട്. മാമ്പഴം ധാരാളം കഴിക്കുന്നത് വരാനിരിക്കുന്ന മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ മാമ്പഴ സമൃദ്ധി. തനത് മാവിനങ്ങൾ കൂടാതെ അനേകം മാവിനങ്ങൾ നമുക്കുണ്ട്. ആപ്പിളിനും ഓറഞ്ചിനും അതത് നാട്ടിലുള്ളതിനേക്കാൾ പ്രാധാന്യം നമുക്ക് മാങ്ങയോടുണ്ട്. അനാകാർഡിയേസി കുടുംബത്തിൽപ്പെട്ട മാവിന്റെ ശാസ്ത്രനാമം മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ്. മാമ്പഴത്തിൽ ഗാലിക് അമ്ലം, ടാനിൻ, ബെൻസോൾ എന്നിവയും വിറ്റാമിൻ A, B, C, പഞ്ചസാര, കൊഴുപ്പ്, സ്റ്റാർച്ച് എന്നിവയും അടങ്ങിയിരിക്കുന്നു. മാമ്പഴം ധാരാളം കഴിക്കുന്നത് വരാനിരിക്കുന്ന മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. വയറുകടി കുറക്കുകയും ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. മലബന്ധം, കരൾ വീക്കം എന്നിവയ്ക്കും മാമ്പഴം നല്ലതാണ്. പ്രമേഹ രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മാമ്പഴം കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാവുകളുണ്ട്. ഈ മാവുകളിൽ ഏറ്റവും നല്ല മാവുകൾ പുളിയം മാങ്ങ, ഒളമാങ്ങ, അതേമാതിരി തന്നെ വടക്കം മാങ്ങ. ഈ മാവുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അന്യം നിന്ന് പോയിരുന്നു. ഈ മാങ്ങയുടെ ഗുണം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മാങ്ങയുടെ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് നാര് അടങ്ങിയിരിക്കുന്നു, ഒരുപാട് മൂലകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്, അതായത് ധാതുക്കൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാംസ ഭാഗം അടങ്ങിയ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ല ഗുണം കിട്ടുന്നു മാത്രമല്ല. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ യാത്രയയപ്പും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂളിൽ യാത്രയയപ്പും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അവസരത്തിലുള്ള ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിട്ട് ഈ ഡാൻസിന്റെ ഇടയിലാണ് ഈ പരിപാടി വെച്ചത്. എല്ലാവരും ഡാൻസ് ഇങ്ങനെ ആസ്വദിച്ചു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടി നിർത്തിയത് ഒരു വയസ്സായ പെണ്ണുങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അപ്പം അനൗൺസ്മെന്റ് ചെയ്തു, അല്പസമയത്തിനകം സുഭാഷ് അറുകര ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ആ കറക്റ്റ് സമയത്താണ് ഞാൻ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ പെണ്ണുങ്ങൾ മറ്റേ പെണ്ണുങ്ങളോട് പറയുന്നത്, എന്നാൽ പിന്നെ അവനെ നോടിച്ചെറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. എനിക്കെന്നെ ഇങ്ങനെ വേർത്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നിങ്ങളെ സംസാരത്തിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നമ്മൾ പ്രസംഗം ഇഷ്ടമുള്ള ദൈവമൊക്കെ. ചടങ്ങിൽ M സതീഷ് കുമാർ അധ്യക്ഷനായി. ശില്പി ഉണ്ണീക്കാനായി മുഖ്യാതിഥിയായി. വിരമിച്ച ഉണ്ണിരാജൻ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണം ചെറുവത്തൂർ AEO രമേശൻ പുന്നത്തിരിയൻ നിർവഹിച്ചു. പ്രഥമാധ്യാപകൻ K സുഗതൻ, VV സുബ്രഹ്മണ്യൻ, PV ചന്ദ്രൻ, K രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ ഏപ്രിൽ 7 മുതൽ 12 വരെ നടക്കും. ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺ മുണ്ടോളിക്കൽ ആഘോഷ പരിപാടികളുടെ കൊടിയേറ്റ് നടത്തും. തലശ്ശേരി അതിരൂപതയിലെ പ്രഥമ വിശുദ്ധ തോമസ് ശ്ലീഹ തീർത്ഥാടന കേന്ദ്രമായ പയ്യന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ ഏപ്രിൽ 7 മുതൽ 12 വരെ നടക്കും. ഏപ്രിൽ 7 ചൊവ്വാഴ്ച വൈകിട്ട് 5:15 ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺ മുണ്ടോളിക്കൽ കൊടിയേറ്റ് നിർവഹിക്കും. തിരുനാൾ ദിനങ്ങളിൽ ആഘോഷമായ വിശുദ്ധ കുർബാന, വചന സന്ദേശം, നൊവേന, ലതീഞ്ഞ്, മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നിവയുണ്ടാകും. ഏപ്രിൽ 7 മുതൽ 10 വരെ ദിവസങ്ങളിൽ ഫാദർ ജെയ്സൺ മുല്ലത്തലശ്ശേരി, ഫാദർ മൈക്കിൾ വെട്ടുമാനിക്കൽ, ഫാദർ മനു മാപ്രയിൽ, ഫാദർ ലിൻഡോ സ്റ്റാൻലി എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന തിരുനാൾ ദിനമായ ഏപ്രിൽ 11 ശനിയാഴ്ച ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ ഫാദർ ജിതിൻ വയലുങ്കൽ വചന സന്ദേശം നൽകി ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 11 വൈകിട്ട് പെരുമ്പയിലേക്ക് ഭക്തിനിർഭരമായ നഗരപ്രദക്ഷിണം നടക്കും. ഏപ്രിൽ 12 പുതുഞായറാഴ്ച ആഘോഷമായ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം എന്നിവയ്ക്ക് തലശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരി വൈസ് ഡയറക്ടർ ഫാദർ ജോസഫ് മാളക്കാരൻ നേതൃത്വം നൽകും. സമാപന ആശീർവാദത്തോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റവറന്റ് ഫാദർ ജോൺ മുണ്ടോളിക്കൽ, ജോസ് പള്ളിത്തറ, സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ, ജോയി മുരിങ്ങയിൽ, ജോർജ് പാലായിക്കുടിയിൽ, ജോർജ് കരിയിൽ, ജോയി ഒരത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നന്മ കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വാർഡ് മെമ്പർ PK ദിനൂപ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൊക്കാനിശ്ശേരി പ്രദേശത്ത് 15 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന നന്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നന്മ കൂട്ടായ്മയിലെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. തുടർന്ന് നന്മ കുടുംബത്തിനുള്ള വിഷുക്കൈനീട്ടവും നടന്നു. വാർഡ് കൗൺസിലർ ദിനൂപ് PK പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP ശ്രീജിത്ത്, സുരേഷ് കുമാർ PV തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. ഈ വാർത്തകൾ സമാപിച്ചു. നന്ദി.